ഞാൻ ഈ സോഷ്യൽ മീഡിയ കളിക്കുന്നതിന് ഏറ്റവും കൂടുതൽ എന്നെ എതിർത്താരറിയോ? എൻ്റെ പഴയ മുതലാളി. മൂപ്പരാൾ കാണാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ പഴയ ഷോപ്പിൽ നിന്നിട്ട് നല്ലോണം ഫോണിൽ കളിക്കും. കസ്റ്റമർ വരുന്ന സമയത്ത് കളിക്കുന്നില്ല, പക്ഷെ നന്നായിട്ട് ഫോണിൽ കളിക്കാറുണ്ട്. ആ ഫോണിൽ കളിക്കുന്നത് ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇന്ന് ഇൻസ്റ്റഗ്രാം ഒന്നും അത്ര സജീവമൊന്നല്ല. അങ്ങനെ ഞാൻ ടിക്ടോക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വരുന്ന സമയത്തൊക്കെ ഞാൻ ഫോണിൽ കളിക്കുന്ന കാണരുത്. പക്ഷെ ഞാൻ കസ്റ്റമേഴ്സിനൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യലുണ്ട്. എനിക്ക് ഭയങ്കര രസമാണ്, കച്ചവടം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ് ഓൻ്റെ ഫോണിൽ കളി കുറച്ച് കൂടുതലാണ്, ഓനെ നമുക്ക് വേണ്ട, നമ്മൾ ഒഴിവാക്കി കളയുന്നത്. എടാ പണി പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ ലോക്ക്ഡൌൺ. എടാ പൈസ ഇല്ലാണ്ട് പണ്ടാരടിങ്ങിയിരിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ഇരിക്കുന്ന സേഫ് സോണിന്നില്ലേ, നമ്മളൊന്ന് മാറിയിരിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ മുന്നോട്ട് ഒരുപാട് ലൈഫ് ഉണ്ടെന്നുള്ളത്. എടാ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി പൊട്ടി പാളിസായി ഒരു 5 ലക്ഷം റുപ്യ കടാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും പടച്ചോന് ഇനി ദുനിയാവില്ല, ഇനി പ്രശ്നങ്ങളില്ല എന്നൊക്കെ. എടാ 5 ലക്ഷം റുപ്യന്റെ കട എനിക്ക് മാർക്കറ്റിൽ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യന്റെ ക്വാളിറ്റി എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. 5 ലക്ഷം റുപ്യ നീ കടാക്കിയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ, 5 ലക്ഷം റുപ്യന്റെ കട എനിക്ക് മാർക്കറ്റിലാക്കാൻ പറ്റി, എന്തുകൊണ്ട് എനിക്ക് 10 ലക്ഷം റുപ്യ ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തന്നെ പടച്ചോൻ ഇനി എനിക്കൊന്നും പറ്റൂല, ഞാൻ പൊട്ടി പാളിസായി പോയി എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, എടാ എന്റെ കൂടെ നടക്കുന്ന എത്ര ആൾക്കാർ പൊട്ടി പാളിസായിട്ട് ഇന്ന് അടിപൊളി മുതലാളിമാരായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിയോ? ഞാനും അതുപോലെ തന്നെ പണി പോയി, കൊറോണ വന്ന്, പ്രശ്നങ്ങൾ വന്ന്, ഫസ്റ്റ് ഷോപ്പ് തുടങ്ങി, അത് പൂട്ടിപ്പോയി, എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് ഇന്ന് പടച്ചോൻ ഈ സ്ഥിതിയിൽ ഇരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എന്റെ മനസ്സിലത്തെ വേജാറ് പോയതുകൊണ്ടാട്ടോ. ബേജാറ് പോകണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ 2 കൈയും നീട്ടിങ്ങാണ്ട് മുണ്ടും മുറുക്കി കെട്ടിങ്ങാണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി. പ്രശ്നങ്ങൾ വരും, ആൾക്കാർ കളിയാക്കും, കല്ലെടുത്തെറിയും, കുറ്റപ്പെടുത്തും. ടെൻഷൻ അടിക്കരുത്, എന്റെ വിജയത്തിന് ടൈം ആവുന്നുള്ളൂ. മുന്നോട്ട് വാ.